നമസ്കാരം. സിസ്റ്റീവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരുമ്പിലാവിൽ 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കരിക്കാട് ചോല സ്വദേശി അരിക്കലാത്ത് 30 വയസ്സുള്ള ഷമീലിന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളവിതരണ ഗോഡൌണിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. MDMA ഉൾപ്പെടെയുള്ള സമാനമായ കേസുകളിൽ പ്രതിയാണ് ഷമീലെന്ന് പോലീസ്. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. 87ാം തിരുനാൾ മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങളാകുന്നു. അന്തരിച്ച സുപ്രസിദ്ധ കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായർക്ക് നാടിന്റെ യാത്രാമൊഴി. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ അമല ആശുപത്രിയിൽ. വിട പറയുന്നത് ചിട്ടവിടാതെയുള്ള വാദന ശൈലിയുടെ ഉടമ. പ്രിയ സുഹൃത്തിന്റെ വിയോഗത്തിൽ വിതുമ്പി പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര യോഗം മാറ്റിവെച്ചു. യോഗം വിളിച്ചു ചേർക്കേണ്ട സമയക്രമം പാലിച്ചില്ലെന്ന് കാണിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് ഇതെന്ന് പ്രതിപക്ഷം. കടവല്ലൂർ പഞ്ചായത്തിന് കീഴിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം ശക്തം. രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൂട്ടഹർജി നൽകി പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. പെരുമ്പിലാവിൽ 7 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കരിക്കാട് ചോലയിൽ അരിക്കലാത്ത് 30 വയസ്സുള്ള ഷമീലിന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളവിതരണ ഗോഡൌണിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. പോലീസ് എത്തിയ ഉടനെ ഓടി രക്ഷപ്പെട്ട ഷമീലിനായി തിരച്ചിൽ ഊർജിതമാക്കി. സംഭവത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. വെള്ളം വിൽപ്പനയുടെ മറവിലാണ് കടകളിലും യുവാക്കൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തിരുന്നത്. MDMA ഉൾപ്പെടെ സമാനമായ കേസുകളിൽ പ്രതിയാണ് ഷമീലെന്ന് പോലീസ് പറഞ്ഞു. വീടിനോട് ചേർന്നുള്ള ഗോഡൌണിലാണ് പ്രതി പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്നത്. കുന്നംകുളം SHO UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർമാരായ ഫക്രുദ്ദീൻ, വൈശാഖ് എന്നിവരും ലഹരിവിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 87ാം തിരുനാൾ മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലാണ് ആഘോഷിക്കുന്നത്. തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികനായി നടന്ന ദിവ്യബലിക്കും മറ്റു തിരുകർമ്മങ്ങൾക്കും ശേഷമാണ് കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റത്തിന് ശേഷം തീർത്ഥകേന്ദ്രത്തിലെ പ്രധാന നേർച്ചയായ നിത്യസഹായ അമൃതത്തിന്റെ വെഞ്ചിരിപ്പും വികാരി ജനറൽ നിർവഹിച്ചു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായി രാവിലെ 6-നും വൈകിട്ട് 5-നും ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവയും നടക്കും. മെയ് 2-ന് വൈകിട്ട് 5 മണിക്ക് പ്രസുതേന്തി വാഴ്ച, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപതയിലെ 16 നവവൈദികർ കാർമ്മികത്വം വഹിക്കും. മെയ് 3-ന് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കിരീട സമർപ്പണം, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ മെയ് 4-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പുല്ലഴി സെന്റ് ജോസഫ് മെന്റൽ ഹോം ഡയറക്ടർ ഫാദർ ലിജോ ചിറ്റിലപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 6:45-ന് ഇടവക ദേവാലയത്തിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടാകും. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷി, ജോയിന്റ് ജനറൽ കൺവീനർ ആൽബർട്ട് ജോസഫ്, മറ്റ് വിവിധ കമ്മിറ്റി കൺവീനർമാരും ജോയിന്റ് കൺവീനർമാരും തിരുനാളിന് നേതൃത്വം നൽകും. സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ 1 ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മെയ് മാസത്തെ പെൻഷനൊപ്പം 1 ഗഡു കുടിശ്ശിക കൂടി നൽകാനാണ് തീരുമാനിച്ചത്. അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം. ഇതിനായി 1800 കോടി രൂപയോളം വേണ്ടിവരും. ഓരോ ഗുണഭോക്താവിനും 3200 രൂപ വീതം ലഭിക്കും. കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ 1 ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചു. 5 ഗഡുക്കളാണ് കുടിശ്ശികയായത്. അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. അതിൽ 2 ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു. ബാക്കി 3 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ 1 ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഏപ്രിലിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു.
തുടരുന്നു. 2024 മാർച്ച് മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KL ബാലഗോപാൽ വ്യക്തമാക്കി. കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായരുടെ സംസ്കാരം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ നെല്ലുവായിലെ വസതിയിൽ നടന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. കഥകളി മദ്ദളവാദനത്തിലെ ചിട്ടവിടാതെയുള്ള ശൈലി കൊണ്ടും സ്നേഹവും വിനയവും നിറഞ്ഞ പെരുമാറ്റ രീതി കൊണ്ടും ശ്രദ്ധ നേടിയിട്ടുള്ള വാദ്യകലാകാരനാണ് കലാമണ്ഡലം നാരായണൻ നായർ. കലാമണ്ഡലത്തിലെ അധ്യാപകൻ കൂടിയായിരുന്ന നാരായണൻ നായർക്ക് പ്രമുഖ വാദ്യകലാകാരന്മാർ ഉൾപ്പെടെയുള്ള വലിയ ശിഷ്യസമ്പത്തുണ്ട്. നാട്ടിലെ കലാസാംസ്കാരിക രംഗങ്ങളിലും നിറസാന്നിധ്യമായ അദ്ദേഹം പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഉപദേശക സമിതി പ്രസിഡന്റായും സേവനം ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് നാരായണൻ നായർക്ക് വിട നൽകിയത്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടി കുന്നംകുളം തഹസിൽദാർ OB ഹേമ പുഷ്പചക്രം സമർപ്പിച്ചു. AC മൊയ്തീൻ MLA, പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, SC/ST കമ്മീഷൻ അംഗം TK വാസു, KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ VK വിജയൻ, കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് K രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, കോൺഗ്രസ് നേതാവ് K ജയശങ്കർ, CPM എരുമപ്പെട്ടി ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർ MC ഐജു തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനു വേണ്ടി പ്രസിഡന്റ് S ബസന്തലാൽ, എരുമപ്പെട്ടി പ്രസ് ക്ലബിനു വേണ്ടി പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, KK മാത്യു, TG സുന്ദർലാൽ, നെല്ലുവായ് ഗ്രാമീണ വായനശാലയ്ക്ക് വേണ്ടി പ്രസിഡന്റ് TK ശിവൻ എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു. ചിട്ടവിടാതെയുള്ള വാദനശൈലിയുടെ ഉടമയായിരുന്നു അന്തരിച്ച കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായർ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച പുലർച്ചെ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാളുടെ ആദ്യകാല ശിഷ്യരിൽ പ്രധാനിയായിരുന്നു നാരായണൻ നായർ. ചിട്ടവിടാതെയുള്ള വാദനശൈലി ഇദ്ദേഹത്തെ മറ്റുള്ള മദ്ദള വിദ്വാൻമാരിൽ നിന്നും വേറിട്ട് നിർത്തിയിരുന്നു. ഇക്കഴിഞ്ഞ കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്ര ഉത്സവമായിരുന്നു അവസാനത്തെ അരങ്ങ്. കേരള കലാമണ്ഡലം അവാർഡും സംഗീത നാടക അക്കാദമി അവാർഡും നിരവധി കഥകളി ക്ലബ്ബുകളുടെ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അടക്കം 50-ൽ പരം വിദേശ രാജ്യങ്ങളിൽ തന്റെ കലാസബര്യ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പേ അന്തരിച്ച സുപ്രസിദ്ധ ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം ദേവകി ടീച്ചറായിരുന്നു പത്നി. ദീർഘകാലം ഇരിഞ്ഞാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം, കേരള കലാമണ്ഡലം എന്നീ സ്ഥാപനങ്ങളിൽ അധ്യാപകനായിരുന്നു. പത്നി ദേവകിയോടൊപ്പം അഹമ്മദാബാദ് ദർപ്പണയിലും തുടർന്ന് സ്ഥിരതാമസമാക്കിയ നെല്ലുവായിലും നടത്തിയ ശ്രീ ധന്വന്തരി കലാക്ഷേത്രം വഴിയും നിരവധി ശിഷ്യപ്രശിഷ്യരെ വാർത്തെടുത്തിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ നിരവധി മദ്ദള വിദ്വാൻമാർ നാരായണൻ നായരുടെ ശിഷ്യസമ്പത്തിലുണ്ട്. പ്രിയ സുഹൃത്തിന്റെ വിയോഗത്തിൽ വിതുമ്പി പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ. മദ്ദളവാദന ശൈലിയിലും ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്നതിലും പകരം വയ്ക്കുവാനില്ലാത്ത വ്യക്തിത്വമായിരുന്നു കലാമണ്ഡലം നാരായണൻ നായരെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. എന്നെ സംബന്ധിച്ചുള്ള വേദന എന്താ വെച്ചാൽ ഗോപേട്ട അത് വിളിക്കുള്ളൂ, മാത്രമല്ല ഞാൻ നാരായണകുട്ടീനെ വിളിക്കാറുള്ളൂ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ കൊണ്ട് ഞങ്ങളൊരു കുടുംബത്തിൻ്റെ ചായലാണ് ഇന്നേ വരെ കഴിഞ്ഞു വന്നിട്ടുള്ളത്. ആ സ്നേഹം എന്നെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു വിഷമം മനസ്സിലുണ്ട്. സ്നേഹം കൊണ്ടും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. ഇതുപോലെ സാത്വികനായിട്ടുള്ള ഒരു മദ്ദള കലാകാരനെ കാണാൻ
പറ്റില്ല എന്ന് പറയില്ല, എങ്കിലും ശരി ഒരു അത്യത്ഭുതം തന്നെയാണ് നാരായണൻ നായരുടെ ആ സ്വഭാവത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ. ധാരാളം ശിഷ്യസമ്പത്തിനുടമയായ കലാമണ്ഡലം നാരായണൻ നായർ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന കലാകാരനാണെന്നും അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടമാണെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. കലാമണ്ഡലം നാരായണൻ നായരുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഒരുപാട് ശിഷ്യസമ്പത്തിനുടമയായിരുന്നു അദ്ദേഹം. കലാമണ്ഡലത്തിലും ഉണ്ണായി വാര്യർ കലാലയത്തിലും ദീർഘകാലം അധ്യാപകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കലാമണ്ഡലം ദേവകിയോടൊപ്പം അഹമ്മദാബാദ് ദർപ്പണയിലും അതിനുശേഷം നെല്ലുവായി കേന്ദ്രീകരിച്ച് ധന്വന്തരി കലാക്ഷേത്രം എന്ന നിലയിലും കലാപ്രവർത്തനം നടത്തിയിരുന്ന ആളാണ് അദ്ദേഹം. കലാമണ്ഡലത്തിലെ അതിപ്രഗത്ഭരായ ആളുകളോടൊപ്പം അരങ്ങുവാണ ആളാണ് ശ്രീനാരായണൻ നായർ. അനേകായിരം വരുന്ന ശിഷ്യസമ്പത്തിന് ഉടമയായ അദ്ദേഹം എന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യം പുലർത്തുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തയാളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. കഥകളി മദ്ദള രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്നു കലാമണ്ഡലം നാരായണൻ നായരെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും SC/ST കമ്മീഷൻ അംഗം TK വാസുവും അനുസ്മരിച്ചു. കഥകളി മദ്ദള രംഗത്തെ ആചാര്യനായ കലാമണ്ഡലം നാരായണൻ നായരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. കലാസബരിയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്. ഈ രംഗത്തെ സുത്യർഹമായ സേവനത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ആചാര്യന് ജില്ലയിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ അഭിവാദ്യങ്ങളും ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്. ഭാര്യ ഓട്ടംതുള്ളൽ മേഖലയിലെ പ്രതിഭാശാലിയായിട്ടുള്ള കലാകാരിയാണ്. കലാപാരമ്പര്യമുള്ള ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കഥകളി മദ്ദള രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്നു നാരായണൻ നായർ. കേരളത്തിലെ കഥകളി മദ്ദള രംഗത്ത് കൈകൾ കൊണ്ട് മാത്രമല്ല തൻ്റെ തല കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി മികവ് കാണിച്ച കലാകാരനായിരുന്നു നാരായണൻ. അദ്ദേഹം വാദ്യകലയിലെ അടിസ്ഥാന ധാരണകളെ എന്നും ചിട്ടയോടെ പുലർത്തുകയും അത് തുടരാനും വേണ്ടി തയ്യാറാകുന്നതിനോടൊപ്പം അത് തൻ്റെ ചുറ്റുമുള്ള വാദ്യകലാപ്രേമികൾക്കും വാദ്യകലാകാരന്മാർക്കും പകർന്നു കൊടുക്കുന്നതിലും ഏറെ മികവ് കാണിച്ച അതുല്യനായിട്ടുള്ള കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം കഥകളി മദ്ദള കലാരംഗത്ത് ഒരു വലിയ നഷ്ടം തന്നെയാണ്. കഥകളി മദ്ദള ലോകത്തിന് തീർത്താൽ തീരാത്ത നഷ്ടമാണ് കലാമണ്ഡലം നാരായണൻ നായരുടെ വിയോഗത്തിലൂടെ സംഭവിച്ചതെന്നും ഇദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത മാതൃകാപരമാണെന്നും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പറഞ്ഞു. നിരവധി വേദികളിൽ പങ്കെടുത്ത അനുഭവം ഉള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കഥകളി മേളത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ശേഷം വരുന്ന കുട്ടികളെ, മികൽ സഹപ്രവർത്തകരെ വേണ്ട രീതിയിൽ കാണാനും അവർക്ക് വേണ്ട രീതിയിലുള്ള അഭ്യാസം കൊടുക്കുവാനും ഒരുമിച്ച് കൊണ്ടു നടത്താനും 100% മനസ്സ് കാണിച്ചിരുന്ന ഒരു മഹാനായ കലാകാരനായിരുന്നു നെല്ലുവായ നാരായണൻ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ISRO മുൻ ചെയർമാൻ ഡോക്ടർ കസ്തൂരി രംഗൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ബംഗളൂരുവിലായിരുന്നു അന്ത്യം. കൊച്ചിയിൽ ചിറ്റൂർ റോഡിലെ സമൂഹത്ത് മഠത്തിൽ കൃഷ്ണസ്വാമിയുടെയും വിശാലാക്ഷിയുടെയും മകനായി 1940 ഒക്ടോബർ 24-നായിരുന്നു ജനനം. 9 വർഷക്കാലം ISROയുടെ മേധാവിയായിരുന്നു. സ്പേസ് കമ്മീഷൻ, കേന്ദ്ര സർക്കാരിന്റെ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1994 മുതൽ 2003 വരെ 9 വർഷം ISRO ചെയർമാനായി സേവനമനുഷ്ഠിച്ചു. ISRO ചെയർമാനായിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ചന്ദ്രയാത്ര പദ്ധതിയുടെ പ്രാരംഭ ആലോചന നടക്കുന്നത്. 2003 ഓഗസ്റ്റ് 27 വിരമിച്ചു. തുടർന്ന് 2003 മുതൽ 2009 വരെ രാജ്യസഭാ MP ആയി. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികൾ നൽകി ആദരിച്ചു. ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ അംഗവും ISRO സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു.
പശ്ചിമഘട്ട സംരക്ഷണം മുൻനിർത്തി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പരിഷ്കാരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും അദ്ദേഹമായിരുന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതിൽ സംസ്ഥാന സർക്കാരിനും പങ്കെന്ന AICC അംഗം അനിൽ അക്കര പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ആൾമാറാട്ടം നടത്തി വ്യാജ വക്കാലത്ത് തയ്യാറാക്കി ഹൈക്കോടതിയിൽ സമർപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനെ അറസ്റ്റ് ചെയ്യുക, തെരുവ് വിളക്ക് റിപ്പയറിംഗ് ടെൻഡറിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക, തെരുവ് വിളക്ക് കത്തിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പഞ്ചായത്തുകളിലെ തെരുവ് വിളക്കുകൾ LED ലൈറ്റുകളാക്കുന്നതിനും മെയിൻ്റനൻസിനായി നിലാവ് എന്ന പേരിൽ പദ്ധതിയും ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ പിന്നീട് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണുണ്ടായത്. മുരളി പെരുന്നെല്ലി MLA നിയമസഭയിൽ കേച്ചേരിയുടെ വികസനത്തിനായി സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജംഗ്ഷൻ വികസിപ്പിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ കേച്ചേരി വികസനം കിഫ്ബി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അനിലക്കര കുറ്റപ്പെടുത്തി. കിഫ്ബി എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പദ്ധതികളുമായി ബന്ധപ്പെട്ട് പോകുന്ന സ്ഥാപനം എന്തുകൊണ്ടാണ് കേച്ചേരി നടപ്പിലാകാതെ പോകുന്നത്? കേച്ചേരി ജംഗ്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആയി ഇന്നും ഈ കിഫ്ബി നിൽക്കുകയാണ്. അതുതന്നെയാണ് തിരുവിളക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കിഫ്ബിയുടെ ഒരു വലിയ കുറ്റകരമായ അനാസ്ഥ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും LED സ്ട്രീറ്റ് ലൈറ്റുകളാക്കി മാറ്റാൻ കിഫ്ബിയിൽ തീരുമാനിച്ചതാണ്. പക്ഷെ ഇവിടെ ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്തെ നിരവധി പദ്ധതികളുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു സ്ഥാപനമായ കിഫ്ബി എന്തുകൊണ്ടാണ് കേച്ചേരി വികസനം നടപ്പിലാക്കാതെ പോകുന്നതെന്ന് ചോദിച്ച അനിലക്കര തെരുവ് വിളക്കുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കിഫ്ബിയുടെ കുറ്റകരമായ അനാസ്ഥയുണ്ടെന്ന് ആരോപിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോപോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, നെജുല സിറാജുദ്ദീൻ എന്നിവർ നടത്തുന്ന ഏകദിന ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ UDF പഞ്ചായത്ത് ചെയർമാൻ RM ബഷീർ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ആമുഖ പ്രസംഗം നടത്തി. UDF നേതാക്കളായ സിജു പാവറട്ടി, CJ സ്റ്റാൻലി, കരീം പന്നിത്തടം, VA മുസ്തഫ, CT പോൾ എന്നിവർ സംസാരിച്ചു. MM സുബൈർ, I വേണുഗോപാൽ, ഫാറൂഖ് കേച്ചേരി, CT ജെയിംസ്, PN സുന്ദരൻ, KI ചന്ദ്രാധരൻ, TO സെബി എന്നിവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര യോഗം മാറ്റിവെച്ചു. യോഗം വിളിച്ചു ചേർക്കേണ്ട സമയക്രമം പാലിച്ചില്ലെന്ന് കാണിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ പരാതിയെ തുടർന്നാണ് യോഗം മാറ്റിവെച്ചത്. തെരുവ് വിളക്ക് പരിപാലനത്തിന്റെ ടെൻഡറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അജണ്ട ചർച്ച ചെയ്യുന്നതിനാണ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ അടിയന്തര യോഗം വിളിക്കുമ്പോൾ 24 മണിക്കൂർ മുൻപ് നോട്ടീസ് നൽകണമെന്ന കേരള പഞ്ചായത്ത് രാജ് പ്രകാരമുള്ള നിയമം പാലിച്ചില്ലെന്ന് കാണിച്ച് പ്രതിപക്ഷ അംഗങ്ങളായ ആൻഡോപോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, നജില സിറാജുദ്ദീൻ എന്നിവർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു. ഇതോടെ വെട്ടിലായ ഭരണപക്ഷം യോഗം മാറ്റിവെച്ച് മുഖം രക്ഷിക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചേർത്ത അടിയന്തര യോഗം പഞ്ചായത്ത് സെക്രട്ടറി മാറ്റിവെച്ച് അംഗങ്ങൾക്ക് അറിയിപ്പ് നൽകുകയായിരുന്നു. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് അടിയന്തര ഭരണസമിതി മാറ്റിവെക്കാനുള്ള ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ. തങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് രാജ് ആക്ടിന് വിരുദ്ധമായി വിളിച്ചു ചേർത്ത യോഗം മാറ്റിവെച്ചത്. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന നിലപാടിനെതിരെ ജനാധിപത്യത്തിന്റെ വിജയമാണിത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി ജനങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടെന്നും ഭരണക്കാരുടെ അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്താൻ പ്രതിപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രതിപക്ഷാംഗങ്ങളായ ആൻഡോപോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, നജില സിറാജുദ്ദീൻ എന്നിവർ വ്യക്തമാക്കി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ നടത്തേണ്ടിയിരുന്ന യോഗം മെമ്പർമാരുടെ പരാതി പരിഗണിച്ചുകൊണ്ട് JDOയും പഞ്ചായത്തും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ യോഗം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളികളെ ചെറുത്തതിന്റെ ഫലമാണ്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. എന്ത് വില കൊടുത്തും ചൂണ്ടൽ പഞ്ചായത്തിൽ അഴിമതിക്കെതിരെ നടത്തുന്ന സമരങ്ങളിൽ പരിപൂർണ പിന്തുണ ഈ ഭാഗത്ത് ജനങ്ങളുടെ ഭാഗത്തുണ്ടെന്നും ആ അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അറിയിച്ചു. കാണാതായ 14-കാരൻ റസിൻ റിച്ചുവിനെ കണ്ടെത്തി.
ചങ്ങരംകുളം പെരുമുക്ക് സ്വദേശി 14 വയസ്സുകാരൻ റസീൻ റിച്ചുവിനെ കൊച്ചിയിൽ നിന്നാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 കോക്കൂരിലെ ദർസ് സ്ഥാപനത്തിൽ നിന്നും വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയ റസീനെ പിന്നീട് കാണാതാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊച്ചി ഇടപ്പള്ളിയിലെ പെട്രോൾ പമ്പിന് സമീപത്തു നിന്നും എറണാകുളം പോലീസാണ് കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ ചങ്ങരംകുളം പോലീസിനെ വിവരമറിയിച്ചു. ചങ്ങരംകുളം പോലീസും കുട്ടിയുടെ ബന്ധുക്കളും കൊച്ചിയിലെത്തി റസീൻ റിച്ചുവുമായി തിരികെ നാട്ടിലേക്കെത്തി. കാട്ടകാമ്പാൽ രാമപുരം 36 നമ്പർ അംഗൻവാടിയിൽ നിന്ന് വിരമിക്കുന്ന അംഗൻവാടി വർക്കർ CK സുശീലയ്ക്ക് യാത്രയപ്പും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും ശനിയാഴ്ച നടക്കും. രാമപുരം ഹെൽത്ത് സെന്ററിൽ നടക്കുന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ സുശീലയ്ക്ക് പുറമെ ചൊവ്വന്നൂർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ഗഫൂർ ഹാജി, മുൻ കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ 9 പേരെയും ആദരിക്കും. യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയാകും. സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ MS മണികണ്ഠൻ, കൺവീനർ ഗീത ഭാസ്കർ എന്നിവർ പറഞ്ഞു. ഇതുവരെയുള്ള എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുടെയും അതിന്റെ ഭാഗമായി ഈ ചടങ്ങിൽ ആദരിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ 27 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സുശീല ടീച്ചറെയും കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ ജനപ്രതി എന്ന നിലയിൽ ആദരവ് കൊടുക്കുന്നതിനുള്ള നടപടികളുമായി ശനിയാഴ്ച 26-ാം തീയതി 3 മണിക്ക് ഈ ചടങ്ങ് നടക്കുകയാണ്. ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ പുതുഞായർ തിരുനാളിന് കൊടിയേറി. ഈസ്റ്റർ പാതിര കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരനാണ് തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചത്. ഏപ്രിൽ 21 മുതൽ വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ ശുശ്രൂഷകൾ നടന്നുവരുന്നുണ്ട്. ശനിയാഴ്ച രൂപക്കൂട് എഴുന്നള്ളിപ്പും പ്രസ്തേന്തി വാഴ്ചയും, ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ ആഘോഷമായ പാട്ട് കുർബാനയും തിരുനാൾ പ്രദക്ഷിണവും ഊട്ടും, വൈകിട്ട് അമ്പ് വള സമാപനവും ഉണ്ടാകും. തിരുനാളിന് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ പീറ്റർ ചെമ്മണ്ണൂർ, റാഫി പുലിക്കോട്ടിൽ, വർഗീസ് വാഴപ്പള്ളി, തിരുനാൾ കൺവീനർ ചാർലി ചിരിയങ്കണ്ടത്ത്, വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകും. ലഹരിക്കെതിരെയുള്ള CPM ക്യാമ്പയിന്റെ ഭാഗമായി തിപ്പലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച കലാജാഥ സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്ത കലാജാഥ 5 ദിവസങ്ങളിലായി പഞ്ചായത്തിലെ 30 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് കോടത്തുകുണ്ടിലാണ് സമാപിച്ചത്. ലഹരിവിരുദ്ധ സന്ദേശവുമായി ഒല്ലൂർ സ്വദേശി PD പൗലോസ് അവതരിപ്പിച്ച ഏകാംഗ നാടകം ശ്രദ്ധ നേടി. CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, KB ജയൻ, പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ലോക്കൽ സെക്രട്ടറിമാരായ KA സുധീർ, അജിത് കുമാർ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ എന്നിവർ വിവിധ ഇനങ്ങളിൽ സംസാരിച്ചു. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം വരും ദിവസങ്ങളിൽ പഞ്ചായത്തിൽ വിളംബര ജാഥകൾ, യോഗ, ആയോധന കലാപ്രകടനങ്ങൾ, യൂത്ത് നൈറ്റ് മാർച്ച്, തെരുവോര ചിത്രരചന, സാഹിത്യ സംഗമം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. എയ്യാൾ ശ്രീ കാർത്യായനി ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 29-നാണ് കാർത്തിക ആറാട്ട് മഹോത്സവം നടക്കുക. വ്യാഴാഴ്ച വൈകിട്ട് 5:30 നട തുറന്നതിന് ശേഷം ആചാര്യവരണം, ദീപാരാധന എന്നിവ നടന്നു. തുടർന്ന് ആറാട്ട് എഴുന്നള്ളിപ്പ്, കുളക്കടവിൽ പൂജ, തിരിച്ചെഴുന്നള്ളിപ്പ്, കൊടിമര പൂജ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടത്തി. മേൽശാന്തി എടമന ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. കൊടിയേറ്റത്തിനു ശേഷം പ്രസാദ ഊട്ട് നടന്നു. വലിയ ആറാട്ടുവരെ ദിവസവും വിശേഷാൽ പൂജകൾ, ആറാട്ട് എഴുന്നള്ളിപ്പ്, കുളക്കടവിൽ പൂജ, ഉത്സവക്കഞ്ഞി എന്നിവയും വൈകിട്ട് ക്ഷേത്രമൈതാനിയിൽ വിവിധ കലാപരിപാടികളുമുണ്ടായിരിക്കും. 29-ന് ആറാട്ട്, പൂജ, പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ്, കൊടിമര ചുവട്ടിൽ പറവച്ച് എതിരേറ്റതിനു ശേഷം ഉത്സവത്തിന്റെ കൊടിയിറക്കും. വൈകിട്ട് 5:30 മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ പൂരാഘോഷങ്ങൾ, ഗജവീരന്മാരോടും വാദ്യാഘോഷങ്ങളോടും കൂടി ക്ഷേത്ര പ്രദക്ഷിണം നടത്തും. 7:25 മുതൽ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട 24 ഗജവീരന്മാർ അണിനിരക്കും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം പൂരത്തിന് മാറ്റേകും. രാത്രി പൂരാവർത്തനവും ബുധനാഴ്ച രാവിലെ 8:30 മുതൽ വടക്കേ നടക്കൽ മധുവേല, 18-ാം കർമ്മം, ദണ്ടുപറിക്കൽ, വടക്കേ നടക്കൽ പറവെപ്പ് എന്നിവയോടെ ഈ വർഷത്തെ കാർത്തിക ആറാട്ട് ചടങ്ങുകൾക്ക് സമാപനം കുറിക്കും. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് AV ബാലൻ, സെക്രട്ടറി TR രബീഷ്, ട്രഷറർ K ദിലീപ് എന്നിവരടങ്ങിയ ഭരണസമിതി നേതൃത്വം നൽകും.
ലഹരിമുക്ത കേരളം ആരോഗ്യമുള്ള ജനത എന്ന പേരിൽ ആറ്റുപുറം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് വടക്കേക്കാട് SHO അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആറ്റുപുറം പവർ ഫിറ്റ്നസ് ജിം ഹാളിൽ നടന്ന ചടങ്ങിൽ പവർ ഫിറ്റ്നസ് ജിം ഡയറക്ടർ ഷംസുദ്ദീൻ ആറ്റുപുറം അധ്യക്ഷനായി. ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ സെക്രയ കുന്നച്ചൻവീട്ടിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. തുടർന്ന് ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 50-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി SP മുഹമ്മദ് ഷിനാസിനെ തെരഞ്ഞെടുത്തു. ട്രെയിനർമാരായ ഇസ്മയിൽ, ഷിയാസ്, നഷ്ലഹ് എന്നിവർ നേതൃത്വം നൽകി. PMM ലഹരിവിരുദ്ധ ചെയർമാൻ ഷെരീഫ് പണ്ടോത്തയിൽ സ്വാഗതവും മുഹമ്മദ് ഇസ്മയിൽ നന്ദിയും പറഞ്ഞു. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തൻ കടപ്പുറം UP സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരം നാടിന് സമർപ്പിച്ചു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാനും കുട്ടികളുടെ സമഗ്രമായ കഴിവുകളെ തൊട്ടുണർത്തുവാനും SSK തൃശൂർ ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരം ഒരുക്കിയിരിക്കുന്നത്. 2 ക്ലാസ് മുറികളിലും ഗ്രൗണ്ടിലുമടക്കം 13 ഇടങ്ങളിലായിട്ടാണ് വർണ്ണമനോഹരമായി കുട്ടികൾക്ക് കളിയിലൂടെ പഠിക്കാനുതകുന്ന രീതിയിൽ വർണ്ണക്കൂടാരം സജ്ജമാക്കിയത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ തൃശൂർ SSK DPC ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്നാരായണ ദിവെ, വാർഡ് കൗൺസിലർ PK രാധാകൃഷ്ണൻ, ചാവക്കാട് AEO ജയശ്രീ PM, ചാവക്കാട് BRC MT സംഗീത, BRC ട്രെയിനർ TS അജിത, PTA പ്രസിഡന്റ് CA അബിന തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക PK റംല BV സ്വാഗതവും സീനിയർ അധ്യാപിക SK പ്രിയ നന്ദിയും പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നിലവാരം മെച്ചപ്പെടുത്താനും കെട്ടിടങ്ങളും മറ്റ് പാശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കാനും വേണ്ടിയുള്ള വലിയ ശ്രമവും സർക്കാർ നടത്തുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട ഏടായി ഈ വിദ്യാലയവും മാറിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിദ്യാലയത്തിലെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി 10 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വർണ്ണക്കൂടാരം എന്ന പദ്ധതി ഭംഗിയായി ഇവിടെ നിർവഹിക്കുകയും അത് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 27, 28, 29 തീയതികളിൽ ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27-ന് വൈകിട്ട് 3-ന് സെക്കുലർ ഹാളിൽ നടക്കുന്ന കേന്ദ്ര നയവും ജനകീയ ബദലും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാർ മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. 28-ന് രാവിലെ 10-ന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. 375ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. NK അക്ബർ MLA, ജനറൽ കൺവീനർ TB ദയാനന്ദൻ, PK പുഷ്പാകരൻ, PP അനിരുദ്ധൻ, VP അബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ചക്കംകണ്ടം കായലോരത്ത് പൊന്നും വള്ളികളിൽ പൂവിരിഞ്ഞു. നയനമനോഹര ചാരുതയേകുന്ന കാഴ്ച കാണുവാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പച്ചപ്പ് വിരിച്ച് വളർന്നു നിൽക്കുന്ന കണ്ടൽ ചെടികൾക്കിടയിലാണ് പൊന്നും വള്ളികളിൽ പൂവുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. അരിപ്പൂ പോലെയുള്ള ചെറിയ പൂക്കൾ കൂട്ടത്തോടെ പൂത്തത് കായലോരത്തെത്തുന്നവർക്ക് നവ്യാനുഭൂതിയാണ് ഉണ്ടാക്കുന്നത്. കണ്ടൽക്കാടുകളിൽ കണ്ടുവരുന്ന വള്ളിച്ചെടിയാണിത്. ഡെറിസ് ട്രൈഫോലിറ്റ എന്നതാണ് ശാസ്ത്രീയ നാമം. കരിമീൻ വള്ളി എന്നും ഇതിന് പേരുണ്ട്. ഒരുപാട് ഔഷധഗുണമുള്ള സസ്യമാണിത്. കീടനാശിനിയായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ പൂക്കൾ കൂട്ടത്തോടെ പൂത്തതോടെ പുഴയോരം ഭംഗിയായി. കായലിൽ ലവണാംശം കുറയുക, ശുദ്ധജല ലഭ്യത കുറയുക, ചൂട് കൂടുക എന്നീ അനുകൂല സാഹചര്യങ്ങളിൽ കൂട്ടത്തോടെ പൊന്നും വള്ളികൾ പൂക്കുന്നതിന് കാരണമാകുന്നു. മഴയുടെ വരവറിയിക്കാനാണ് പൊന്നും വള്ളികൾ പൂക്കുന്നത് എന്നാണ് പഴമക്കാർ പറയുന്നത്. ബലമേറിയ ഈ വള്ളികൾ വെട്ടിയെടുത്ത് ചതച്ച് കയറിന് പകരമായി ഉപയോഗിച്ചിരുന്നു. കൂടാതെ ഇതിന്റെ തണ്ടിലടങ്ങിയ നാരുകൾ ഉപയോഗിച്ച് മീൻപിടുത്ത വലകളും ഉണ്ടാക്കാൻ കഴിയും. കണ്ടൽക്കാടുകളിൽ പൊന്നും വള്ളികൾ നിറഞ്ഞതോടെ നിരവധി സഞ്ചാരികളാണ് ചിത്രങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും ഇവിടെ എത്തുന്നത്. ഇന്ത്യ എന്ന ബഹുസ്വര രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം തകർക്കുന്ന സംഘപരിവാറിന്റെ ഒരു നടപടിയും അനുവദിക്കുകയില്ലെന്ന് എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ P. സുരേന്ദ്രൻ. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വടക്കേക്കാട് സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വന്നേരി പാലസ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി വടക്കേക്കാട് TMK റീജൻസിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ മഹല്ല് കോർഡിനേഷൻ ചെയർമാൻ മൂത്തേടത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുശാഫർ അംഗം ഉസ്താദ് അബ്ദുൽ സലാം ഭാഗവി മുഖ്യപ്രഭാഷണം നടത്തി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, പുന്നേർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, വളണ്ടിയർ ക്യാപ്റ്റൻ അബ്ദുൾ അസീസ് പരൂർ, മഹല്ല് ഖത്തീബുമാർ, സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അറയ്ക്കൽ അബ്ദുൽ ഗഫൂർ സ്വാഗതവും കോർഡിനേറ്റർ ജലീൽ ചന്ദനത്ത് നന്ദിയും പറഞ്ഞു. ചെമ്മന്നൂർ നൂറുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥി സപ്ന നിഷാദ് കറുപ്പം വീട്ടിൽ സ്വന്തം കൈപ്പടയിൽ വരച്ച P. സുരേന്ദ്രന്റെ ചിത്രം കൈമാറി. സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി വടക്കേക്കാട് TMK റീജൻസിയിൽ സംഘടിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെയുള്ള സമാപന സമ്മേളനത്തിലാണ് ഛായാചിത്രം കൈമാറിയത്. പ്രശസ്ത എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ P. സുരേന്ദ്രന്റെ ചിത്രമാണ് വരച്ചത്. സ്വന്തം കൈപ്പടയിൽ വരച്ച ചിത്രം സദസ്സിൽ വെച്ച് വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ P. സുരേന്ദ്രന് സമ്മാനിച്ചു. കണ്ടാണശ്ശേരി മാക് സംഗീത കൂട്ടായ്മയുടെ അമരക്കാരൻ ജവഹർ വെട്ടത്തിന് കർമ്മപ്രഭ പുരസ്കാരം നൽകുമെന്ന് ഗുരുവായൂർ കലാകാര കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്ത ശില്പി എളവള്ളി നന്ദൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമടങ്ങിയ പുരസ്കാരം ഗുരുവായൂർ കലാകാര കൂട്ടായ്മയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏപ്രിൽ 30 വൈകിട്ട് 5 ചേറ്റുവ നിധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച വീണവിദ്വാൻ A. അനന്തപത്മനാഭൻ, തൃശൂർ കലാസദൻ സംഗീത ട്രൂപ്പിന്റെ സാരഥി ജേക്കബ് ചെങ്ങലായി എന്നിവരെ ആദരിക്കും. നടൻ ശിവജി ഗുരുവായൂർ അധ്യക്ഷത വഹിക്കും. മുൻ MP TN പ്രതാപൻ, മുൻ MLA KV അബ്ദുൽ ഖാദർ, ACP TS സിനോജ് എന്നിവർ പുരസ്കാരങ്ങൾ നൽകും. ചടങ്ങിനുശേഷം തൃശൂർ മനോജ്, കലാഭവൻ സാബു, എടപ്പാൾ വിശ്വനാഥൻ, മനീഷ തൃശൂർ എന്നിവർ നയിക്കുന്ന സുവർണഗാനസന്ധ്യ ഉണ്ടാകുമെന്ന് കലാകാര കൂട്ടായ്മ ഭാരവാഹികളായ എളവള്ളി നന്ദൻ, KR അജയഘോഷ്, രവി ചങ്കത്ത്, മോഹൻദാസ് ഏലത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 87ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും ഏപ്രിൽ 27 ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കും. വിരമിക്കുന്ന ജീവനക്കാരി MK സുധയെയും കായിക മത്സരങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും 2024 SSLC ഉന്നത വിജയികളെയും ആദരിക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ, കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ PV റഫീഖ്, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്കൂൾ മാനേജ്മെന്റ് PTA പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. പുന്നയൂർ പഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ TV മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ഇറക്കിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ മാസ്റ്റർ, കൃഷി ഓഫീസർ ഗംഗാദത്തൻ, പഞ്ചായത്ത് മെമ്പർ സലീന നാസർ, CDS മെമ്പർ ജനിത, KC ഷക്കീർ, ഹംസക്കുട്ടി, ആശാ വർക്കർ ഹസീന നാസർ, മൊയ്നു അഞ്ചിങ്ങൽ, KM അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർച്ചയായി 2ാം തവണയാണ് മുജീബ് ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. കടവല്ലൂർ പഞ്ചായത്തിന് കീഴിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം ശക്തം. രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൂട്ടഹർജി നൽകി പ്രതിഷേധിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് ഹാളിലെത്തിയ രക്ഷിതാക്കൾ പൊതുപ്രവർത്തകൻ PM സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന് കൂട്ടഹർജി നൽകി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ലഭിക്കേണ്ട തുകയാണ് രേഖകൾ പ്രകാരം മുഴുവനായും ലഭിച്ചിട്ടില്ലാത്തതായി ഇവർ പറഞ്ഞു. 2024 ഏപ്രിൽ മാസത്തിനു ശേഷം നൽകിയ അപേക്ഷയിൽ മാസം തോറും ലഭിക്കുവാൻ അർഹതയുള്ള സ്കോളർഷിപ്പ് തുക 2025 മാർച്ച് മാസം വരെ നീട്ടുകയും ചെയ്ത നടപടി രക്ഷിതാക്കൾ ചോദ്യം ചെയ്തു. പുതിയ സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടും തുക ലഭിക്കാതിരുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പിടിപ്പുകേടാണെന്ന് രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തി. നിലവിൽ ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക ഇവരുടെ വിദ്യാഭ്യാസത്തിനും യാത്രാ ചെലവിനും തന്നെ പോരാ എന്നിരിക്കെ ലഭിക്കേണ്ട തുക കൃത്യമായി ലഭിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണെന്നും ഇവർ പറഞ്ഞു. കുട്ടികള് ഈ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരുപാടുണ്ട്. ആ കുട്ടികളുടെ സ്കോളർഷിപ്പ് തുക ഇതുവരെ ഫുള്ളായിട്ട് കൊടുത്തു തീർത്തിട്ടില്ല.
അത് മറ്റുള്ള എല്ലാ പഞ്ചായത്തുകളിലും കൂടി തീർത്തതാണ്. പക്ഷേ ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ മാത്രം ഈ കുട്ടികൾക്ക് ആ തുക കിട്ടിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടായ്മ ചേർന്നിട്ട് ഇന്നലെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കംപ്ലൈൻറ്റ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അത് ഈ മാസം ഞങ്ങൾക്ക് ശരിയാക്കി തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ മാസം അതുപോലെ തന്നെ ഇതിൻ്റെ സൂപ്പർവൈസറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം മാർച്ച് മാസത്തിൽ ലാസ്റ്റ് തരും എന്ന് പറഞ്ഞു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടതായ മുഴുവൻ സ്കോളർഷിപ്പ് തുകയും ഉടൻ അനുവദിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. പുതിയ വിദ്യാർത്ഥികളുടെ കൃത്യമായ രജിസ്ട്രേഷൻ സംബന്ധമായ വിവരശേഖരണങ്ങളും അധികാരികൾക്ക് യഥാസമയങ്ങളിൽ ICDC ഓഫീസർ നൽകാൻ വൈകിയതിലുള്ള വീഴ്ചയാണ് സ്കോളർഷിപ്പ് വൈകാനുള്ള കാരണമെന്ന് രക്ഷിതാക്കളായ PM സലാഹുദ്ദീൻ, നസീമ ബീവി, ജസീന ഷെരീഫ്, ഫാത്തിമ യൂസഫ്, റുക്കിയ എന്നിവർ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതർ പറയുന്ന മറുപടി ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ മുഴുവൻ അപേക്ഷയും സ്വീകരിച്ചതിന് ശേഷം അവർക്ക് നൽകേണ്ടതായ തുക വിലയിരുത്തുന്നതിൽ പിഴവ് പറ്റി എന്നാണ്. ICDC സൂപ്പർവൈസറുടെ മറുപടി അതാണ്. ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട മുഴുവൻ തുകയും ലഭിച്ചില്ല. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ പൂമരത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. സ്കൂളിലെ 92, 93, 94 ബാച്ച് കൂട്ടായ്മയായ പൂമരത്തിന്റെ നേതൃത്വത്തിൽ ചക്കംകണ്ടം കായൽക്കടവ് റിസോർട്ടിൽ നടന്ന സംഗമം ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ശ്രീജി ഉദ്ഘാടനം ചെയ്തു. പൂമരം കൂട്ടായ്മ അഡ്മിൻ മെമ്പർ CK ഷിഹാബ് അധ്യക്ഷനായി. സന്ധ്യ ടീച്ചർ, മുൻകാല അധ്യാപകരായ സതീദേവി, ഭവാനി, ഗ്ലോബൽ അലുമിനി ഗ്രൂപ്പ് അഡ്മിൻ മുഹമ്മദ് അക്ബർ, ഷമീറ പൂമരം, സലീം പാവർട്ടി, സലീം ഗുരുവായൂർ, അഷ്റഫ്, DSF ACK ഉമ്മർ, KV ഷിഹാബ്, മജു യൂസഫ്, ഗ്രൂപ്പ് അഡ്മിന്മാരായ സ്നേഹജാൻ കുഞ്ഞുട്ടി, നൌഫൽ അബു എന്നിവർ ഓൺലൈനായും കൂട്ടായ്മയിൽ സംബന്ധിച്ചു. വളർന്നുവരുന്ന തലമുറയുടെ ലഹരി ഉപയോഗത്തിനെതിരെ പ്രതിജ്ഞയും ബോധവൽക്കരണവും നടന്നു. പൂമരം ഓണപരിപാടിയായ പൂവരങ്ങ് വിജയികൾക്കുള്ള സമ്മാനദാനവും വോയിസ് ഓഫ് പൂമരത്തിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ ശക്തമായ പ്രതിഷേധവും കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലിയുമായി രാജ്യം. വിവിധയിടങ്ങളിൽ അനുശോചന ചടങ്ങുകൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ജമ്മുകശ്മീർ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി ആദരാഞ്ജലി അർപ്പിച്ചു. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ വേലൂർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കാര്യകർത്താവ് അശോകൻ മമ്പറമ്പിൽ, മണ്ഡലം സെക്രട്ടറി യദുകൃഷ്ണൻ കുറുമാൽ, MC മത്തായിക്കുട്ടി, സുരേഷ് തിരുത്തിയിൽ, അഭിലാഷ് തയ്യൂർ, അച്യുതൻ കുറുമാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടി കടവലൂർ പഞ്ചായത്ത് ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് സുധീഷ് പള്ളിക്കുളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് ബലിദാനികളായവർക്ക് ആദരമർപ്പിച്ച് സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് മഹേഷ് തിപ്പിലശ്ശേരി, ഗിരീഷ് ആനക്കല്ല്, പ്രതീഷ് കരിക്കാട്, അംബിക അനിൽ, സത്യൻ കടവല്ലൂർ, C അനിൽകുമാർ, BJP മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രവി പാലത്തുംകുഴി, ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ചാവക്കാട് സെന്ററിൽ നടന്ന പരിപാടിയിൽ പാകിസ്ഥാൻ പതാക കത്തിച്ചു പ്രതിഷേധിക്കുകയും ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. BJP നേതാക്കളായ KR ബൈജു, ഗണേഷ് ശിവജി, പ്രസന്നൻ പാലയൂർ, വിനോദ് MK, സുഗന്ധവേണി, വിനീത് മുത്തമ്മാവ്, സുനിൽ കാരയിൽ, പ്രമോദ് തിരുവത്ര എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി മറ്റം സെന്ററിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ നിരപരാധികളായ 26 പേരുടെ കൊലപാതകത്തിൽ പ്രവർത്തകർ അനുശോചനം രേഖപ്പെടുത്തി. DCC സെക്രട്ടറി സിജു പാവർട്ടി, DCC അംഗം AT സ്റ്റീഫൻ മാസ്റ്റർ, ബ്ലോക്ക് ഭാരവാഹികളായ AP ബാബു മാസ്റ്റർ, ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, അപ്പു ആളൂർ, AM മൊയ്തീൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, മണ്ഡലം പ്രസിഡന്റുമാരായ ഷാജു തരകൻ, BV ജോയ്, ആൻഡോ ലിജോ എന്നിവർ സംസാരിച്ചു. മണ്ഡലം ഭാരവാഹികൾ, ജനപ്രതിനിധികൾ,
സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭീകരവാദം തൊലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ഗുരുവായൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. തഹാനി സെന്ററിൽ ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി അംഗം ദേവിക ദിലീപ്, ഡിവൈഎഫ്ഐ ഗുരുവായൂർ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് K അശ്വിൻ, അർച്ചന രാജേഷ് എന്നിവർ സംസാരിച്ചു. പുന്നീർകുളത്ത് BJP നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആൽത്തറ സെന്ററിലാണ് മെഴുകുതിരി കത്തിച്ച് പ്രവർത്തകർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത്. തുടർന്ന് പാകിസ്ഥാൻ പതാക കത്തിച്ച് പ്രതിഷേധിച്ചു. BJP പുന്നൂർകുളം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് TK ലക്ഷ്മണൻ അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് KC രാജു, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഹീര കൃഷ്ണദാസ്, ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ്, സീന സുരേഷ്, മണ്ഡലം സെക്രട്ടറി ശാന്തി സതീശൻ, പുന്നൂർകുളം വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് ദിലീപ് അരിയലി, സുരേഷ് മാക്കോരം, KD ബാബു, MG സുരേഷ്, രാജൻ, ശിവരാമൻ, ഇന്ദിര തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞമ്മനേങ്ങാട് NMK സ്മാരക മന്ദിരവും യൂത്ത് പവർ ഞമ്മനേങ്ങാടും ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകരാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീലിന്റെ അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻ മാക്കാലിക്കൽ യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇർഫാൻ തായങ്കത്ത്, ഷിനാൻ, ഷിമിൻ തീയത്തിൽ, അരുൺ, വിനു തുടങ്ങിയവർ പങ്കെടുത്തു. ഭീകരാക്രമണത്താൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വടക്കേക്കാട് മഹൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മുത്തേടത്ത് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, പുന്നിയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, മഹൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ അറക്കൽ ഗഫൂർ, അബ്ദുൽ അസീസ്, അബൂബക്കർ കുന്നംകാട്ടിൽ, അബൂബക്കർ നാട്ടുരുചി, അബ്ദുൽ പുന്നയൂർക്കുളം, അഷ്കർ അറക്കിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാമിലെ കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല പരിസരത്ത് നടന്ന പ്രതിഷേധ ജ്വാല CPIM ലോക്കൽ കമ്മിറ്റി അംഗവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ NS ധനൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കണ്ടാണശ്ശേരി മേഖലാ പ്രസിഡന്റ് VA അരുൺ അധ്യക്ഷനായി. CPIM കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, ഡിവൈഎഫ്ഐ കണ്ടാണശ്ശേരി മേഖലാ സെക്രട്ടറി UM ഗോപകുമാർ, മേഖലാ ട്രഷറർ റനീഷ് രാഗേഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ വിനു ജോൺസൺ, KA ഷിനാസ്, TK സുവീഷ്, SFI ജില്ലാ കമ്മിറ്റി അംഗം മാളവിക പ്രദീപ്, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി അനുഭാവികൾ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്തു. വിജ്ഞാന കേരളം തൊഴിൽ പൂരത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ മെഗാ ജോബ് ഫെയർ തൊഴിൽ ലഭിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, ശൈലജ സുധൻ, നഗരസഭാ സൂപ്രണ്ട് നൌഷാദ്, ശ്യാംകുമാർ, ദുൽഫാർ, ഷാഹിന ഷെരീഫ്, ദിവ്യ വിനീഷ്, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ആർത്താറ്റ് സ്മൃതി പഥം ഡിമെൻഷ്യ കെയർ സെന്ററിൽ സൗജന്യ മറവി രോഗ പരിശോധനാ ക്യാമ്പ് നടത്തി. ഡോക്ടർ അഞ്ജു കൃഷ്ണൻ ക്യാമ്പിന് നേതൃത്വം നൽകി. ഡിമെൻഷ്യ രോഗികൾക്കായുള്ള ചികിത്സയും മരുന്നും മറ്റ് അവശ്യ സാധനങ്ങളുടെയും വിതരണവും നടത്തി. ചങ്ങനാശ്ശേരി ക്രിസ്തുജ്യോതി കോളേജിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥി അമൃത രോഗപരിചാരകർക്കായുള്ള പരിശീലനം നടത്തി. സ്മൃതി പഥം അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് കുമാർ നന്ദി പറഞ്ഞു. ക്യാമ്പിൽ ഡിമെൻഷ്യ ബാധിതരും കുടുംബ പരിചാരകരുമടക്കം 50ഓളം പേർ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. പെരുന്നാളിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ കുടിയേറ്റം നടത്തും. ശനിയാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാപ്രാർത്ഥന, ഞായറാഴ്ച രാവിലെ 8:30 വിശുദ്ധ കുർബാന, പെരുന്നാൾ സന്ദേശം, പ്രദക്ഷിണം, സ്നേഹവിരുന്നും ഉണ്ടാകും. പെരുന്നാൾ കുടിയേറ്റത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. അപ്പസ്തലിക് ചർച്ച് ഓഫ് ഗോഡ് ചാലിശ്ശേരി പ്രയർ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച VBS സമാപിച്ചു. ചാലിശ്ശേരി സയോൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PC തമ്പി അധ്യക്ഷനായി. ഷൊർണൂർ SI KA ഡേവി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഫോക്കസ് ജൻ എന്ന തീമിനെ അടിസ്ഥാനമാക്കി പാട്ടുകൾ, കഥകൾ, ഗെയിംസ്, കൌൺസിലിംഗ്, സമ്മാന വിതരണം എന്നിവയും ഉണ്ടായി. സഭാ കൌൺസിൽ അംഗം PC ഗ്ലെന്നി മുഖ്യപ്രഭാഷണം നടത്തി. CC ഷാജു, ജോജി വർഗീസ്, PC ആൽഫമോൾ, വിഷ്ണു, ജോയൽ, മേഴ്സി ഷാജു എന്നിവർ സംസാരിച്ചു. ഡെന്നി പുലിക്കോട്ടിൽ സ്വാഗതവും AI കുര്യൻ നന്ദിയും പറഞ്ഞു.
ചാലിശ്ശേരി അങ്ങാടി ടൗൺ മരണാനന്തര സഹായ സമിതിയുടെ ആസ്ഥാന മന്ദിരം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. സഹായം ജീവിതമാകട്ടെ എന്ന ആശയം മുന്നോട്ടുവെച്ചാണ് 2001 50ഓളം കുടുംബങ്ങൾ ചേർന്ന് മരണാനന്തര സമിതി രൂപീകരിച്ചത്. EP കുഞ്ഞപ്പൻ, മാക്കുണ്ണി മാസ്റ്റർ, തുപ്പുണ്ണി പൂഴിക്കുന്നത്ത്, അശോകൻ പൂഴിക്കുന്നത്ത്, CK കുമാരൻ, PS ആൻഡ്രി എന്നിവരാണ് ആദ്യകാലത്ത് മരണാനന്തര സമിതിയുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചത്. ഈ കൂട്ടായ്മ വളർന്നാണ് 25ന്റെ നിറവിലേക്ക് എത്തി നിൽക്കുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും ഭാരം നിറഞ്ഞ നിമിഷങ്ങളിൽ മരണം എന്ന അപ്രതീക്ഷിത സന്ദർശകനെ നേരിടേണ്ടി വരുമ്പോൾ വീടിന്റെ മുഴുവൻ ചുമതലയും മരണാനന്തര സഹായ സമിതി ഏറ്റെടുത്ത് നടത്തിവരുന്നു. വിവിധ മതസ്ഥരായ 58 കുടുംബങ്ങളുടെ വിശ്വാസവും സ്നേഹവും വലിയൊരു കുടുംബമായി വളർന്ന സമിതി ദേശത്തിന്റെ സാന്ത്വനമായി മാറിയെന്ന് ഭാരവാഹികൾ അവകാശപ്പെട്ടു. സഹായം പങ്കിടൽ, മനുഷ്യത്വം എന്നിവ കൈമുതലാക്കിയ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏകോപനത്തിന്റെ മാതൃകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അംഗങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആസ്ഥാന മന്ദിരം ഏപ്രിൽ 27 ഞായറാഴ്ച രാവിലെ 9:30 തൃത്താല ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം നിഷ അജിത് കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. മരണാനന്തര സഹായ സമിതിക്ക് പ്രസിഡന്റ് അശോകൻ ചിറ്റയിൽ, സെക്രട്ടറി അനീഷ് കൊള്ളഞ്ചേരി, ട്രഷറർ അശോകൻ പൂഴിക്കുന്നത്ത്, വൈസ് പ്രസിഡന്റ് സതീഷ് പൂഴിക്കുന്നത്ത്, ജോയിന്റ് സെക്രട്ടറി ഷാജി തൊണ്ടിക്കുന്നത്ത് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ചാലിശ്ശേരി കുന്നത്തേരി പൗർണമി വായനശാല ആസ്ഥാന മന്ദിരം രജത ജൂബിലിയുടെ ഭാഗമായി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല വാർഷിക ദിനാചരണവും കലാസാംസ്കാരിക സദസ്സും സംഘടിപ്പിക്കുന്നു. ശനി, ഞായർ ദിവസങ്ങളിൽ പൗർണമി വായനശാലയിൽ നടക്കുന്ന സദസ്സിൽ കഥ, കവിത, ഉപന്യാസ രചനകൾ, പെൻസിൽ ഡ്രോയിംഗ് തുടങ്ങിയ മത്സരങ്ങൾ നടക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 79 07 01 5765 80 89 76 87 94 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9005 രൂപ, പവന് 72,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ചരമം പുന്നേർകുളം മാവിൻചുവട് പരേതനായ വാലിയത്ത് രാധാകൃഷ്ണൻ മാസ്റ്റർ ഭാര്യ മാലതി ടീച്ചർ നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പുഷ്പജ, സുരേഷ് ബാബു എന്ന ഉണ്ണി എന്നിവർ മക്കളാണ്. ഹക്കിക്കാവ് പഞ്ഞനംഘാട്ടിൽ പരേതനായ രാജൻ ഭാര്യ പത്മിനി നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. രേഷ്മ, ജീഷ്മ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുമ്പിലാവിൽ 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കരിക്കാട് ചോല സ്വദേശി അരിക്കലാത്ത് 30 വയസ്സുള്ള ഷമീലിന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളവിതരണ ഗോഡൌണിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. MDMA ഉൾപ്പെടെയുള്ള സമാനമായ കേസുകളിൽ പ്രതിയാണ് ഷമീലെന്ന് പോലീസ്. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. 87ാം തിരുനാൾ മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങളാകുന്നു. അന്തരിച്ച സുപ്രസിദ്ധ കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായർക്ക് നാടിന്റെ യാത്രാമൊഴി. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ അമല ആശുപത്രിയിൽ. വിട പറയുന്നത് ചിട്ടവിടാതെയുള്ള വാദനശൈലിയുടെ ഉടമ. പ്രിയ സുഹൃത്തിന്റെ വിയോഗത്തിൽ വിതുമ്പി പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര യോഗം മാറ്റിവെച്ചു. യോഗം വിളിച്ചു ചേർക്കേണ്ട സമയക്രമം പാലിച്ചില്ലെന്ന് കാണിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് ഇതെന്ന് പ്രതിപക്ഷം. കടവല്ലൂർ പഞ്ചായത്തിന് കീഴിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം ശക്തം. രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൂട്ടഹർജി നൽകി പ്രതിഷേധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.